ആരും വന്നില്ല. ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അങ്ങേര് വരത്തില്ല. അങ്ങേര് പോത്തിനെ കണ്ടെത്തി നഴിച്ചോണ്ടോ ഞാൻ കണ്ടിട്ടില്ലേ ഒന്ന്. കളിക്കും ബാറ്റിൽ പിന്നെ എങ്ങനെ കളിക്കും? അത് തന്നെ ഞാൻ പറയാം. നിന്നോട് പറഞ്ഞ കേൾക്കുമല്ലോ, നിനക്കല്ലേ കളിച്ചോളാൻ വയ്യാത്തത്. ഞാൻ പറയണതേ അങ്ങനെ ബാറ്റ് ഉള്ള അങ്ങേർക്ക് ഇത്രയും ജാടാ. ഒരു പുതിയ ബാറ്റങ്ങ് വാങ്ങിച്ചാലാടാ. പേടിക്കാളിയാ പേടിക്കാം. ഒരു 1000 രൂപ ഞാൻ ഷെയർ ഇടാം ബാറ്റ് വാങ്ങിക്കാൻ വേണ്ടി. എത്ര? 1000 രൂപ. അത് നീ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് നിന്റെ വീട്ടിലെ കക്കൂസിന്റെ ഫ്ലക്സ് വാതിലൊന്ന് മാറ്റി. ഒറ്റ സ്ഥാനാർത്ഥി ചിരിച്ചു തൊഴുതോണ്ടിരിക്കുക. അങ്ങനെയല്ല, ഇതാണ് കുഴപ്പം. സപ്പോർട്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ കയറി പോകൂലേ. ഏതെങ്കിലും കളിച്ച് കയറിപ്പോയി സഞ്ജു സാംസൺ പോലെ വളരൂലായിരുന്നു. വായിക്കാത്തിട്ട് അടിച്ചാലും കേട്ടോ സഞ്ജു സാംസന്റെ നിന്നെ കൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ. ഇനി സഞ്ജു സാംസനെ നിന്നെ കൂടെ ഉപയോഗിച്ചാൽ ഈ സൈക്കിൾ കയറ്റി നിന്നെ വല്ല കൊക്കയിലും ഞാൻ കൊണ്ടുവന്ന് കളയും കേട്ടോ. ഞാൻ പറയാം, ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇന്നലെ നമ്മളോട് കളിച്ചല്ല, അപ്പൊ നീ ആ രമേശ് അടിച്ച ബോൾ എന്തുണ്ടാ ക്യാച്ച് കളഞ്ഞത്? സിമ്പിൾ ക്യാച്ച് ആയിരുന്നല്ല, പിടിക്കായിരുന്നല്ല. രമേശിന്റെ ക്യാച്ച് എന്താണ് നീ കളഞ്ഞത്? രമേശന്റെ പെങ്ങളും ഞാനായിട്ട് ചെറിയ ലൈനാണ്. അതിന് അഥവാ കല്യാണം നടക്കുകയാണെങ്കിൽ പെണ്ണി വയ്ക്കാൻ ചെന്നാൽ അവൻ ഈ ക്യാച്ചിന്റെ വാശി ഇട്ട് കഴിഞ്ഞാൽ കല്യാണം പൊളി. അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഞാള് കുറെ മിടുക്കലാണ് കേട്ടോ. ബാറ്റിൽ അത് എങ്ങനെ കളി ഇല്ലാതെ നടക്കുമെന്ന് തോന്നല്ലേ? Three on the onside. Still only 4 inside the circle. ഇതെന്തുവാ ബാറ്റിന്റെ ചരട് കേട്ടോ? വേറൊന്നുമല്ല, രാവിലെ അമ്പലത്തിൽ പോയിട്ട് പൂജിച്ച് കെട്ടിയതാണ്. ഇന്ന് മുതൽ നല്ല സിക്സ് ആയിരിക്കും അടിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ടീം തന്നെയാണ് ടോസർ. ടോസ് വേണ്ട, ടോസ് വേണ്ട. ഈ ബാറ്റ് എന്റെയാണ്, ഞാൻ ഫസ്റ്റ് ബാറ്റ് ചെയ്യും. കളിക്കോളൂ. എന്താടാ നീ അടിക്കടാ. എടാ നീ എറിയടാ. എറിഞ്ഞു കഴിയുമ്പല്ലേ ഫാസ്റ്റ് തന്നെ ഒറ്റ സിക്സ് അടിക്കും. ആ തെങ്ങിന്റെ മണ്ടേ പോവും. അപ്പൊ നീ കരയരുത് കേട്ടാ. ഒറ്റ മിനിറ്റ്. എടേ, നമ്മുടെ ടൗണിലെ ഒരു ഫ്ലഡ് മത്സരം നടക്കുന്നുണ്ട്. നമുക്ക് പോയാലോ? ആദ്യം പകൽ വെളിച്ചത്തെ ആ ബോൾ നിങ്ങളൊന്ന് കാണി, എന്നിട്ട് ഇരുക്കത്ത് വരുന്ന കാണാം. ഓക്കേടാ, വാ തുടങ്ങാം. ഇതൊക്കെ ഊരി പോവോ ഇത്? ബോള് കാണ്ടടക്കുന്ന ബോള്. ഞാൻ സിക്സ് പോയെന്ന്. സിക്സ് അല്ലേ, കുറെ നാളുകൊണ്ട് വിചാരിക്കാണ് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല കാറ്റുണ്ട്. അമ്മച്ചി കഴുകിയിട്ട് ഇത് ഉണങ്ങിയില്ല. എന്നിട്ട് പിന്നെ നിനക്ക് 2-3 പ്രാവശ്യം വീശുവാണെങ്കിൽ ഇത് ഇവിടെ കിടന്നങ്ങ് ഉണങ്ങും. അടിച്ച് നിന്നെ പെരപ്പുറത്തേറ്റും. ഇതിനെത്തി പറഞ്ഞു വിടാം, തലയ്ക്കാനായിട്ട് എറിഞ്ഞു. ഞാൻ കളിക്കും. സിക്സോട് സിക്സ്. ഔട്ടാണ്. പന്ത് സ്റ്റെമ്പിൽ കൊണ്ടില്ല, ഞാനാണ് വീണത് സ്റ്റെമ്പിലേക്ക്. ഔട്ടല്ല. അണ്ണാ ഹിറ്റ് വിക്കറ്റ്, ഹിറ്റ് വിക്കറ്റ്. ഔട്ടല്ലേ? ഹിറ്റ് വിക്കറ്റ് എന്ന് ഞാൻ എന്റെ ബാറ്റ് എടുത്താൻ വീട്ടിൽ ഞാനില്ല. മേലാലിനൂടെ കളിക്കാൻ പറ്റും. മേലാൽ ക്രിക്കറ്റ് കളിനെ പറ്റി എനിക്കറിയാം. ക്രിക്കറ്റ് കളിനെ പറ്റി എല്ലാം എനിക്കറിയാം. എല്ലാം എനിക്കറിയാം. എല്ലാം അറിയാം. ക്രിക്കറ്റിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. എനിക്കറിയാം, എല്ലാം അറിയാം. എന്താ പറയാ, കഴിഞ്ഞ ആഴ്ച ടൂർണമെന്റ് പോയപ്പോഴത്തേക്ക് ഫ്രീ ഹിറ്റ് ബോൾ കിട്ടി. നിങ്ങൾ എന്താ അടിക്കാത്തത്? ഫ്രീ ഹിറ്റ് ഞാൻ അടിക്കില്ല. എന്തെങ്കിലും തന്നാ മാത്രം അടിക്കും. എനിക്കാരും ഓശാരം വേണ്ട. ഫ്രീ ഹിറ്റ് അടിക്കില്ല. കാറിൽ വന്നോടെ കാറിൽ വന്നേരതോടെ. ഒറ്റ മിനിറ്റ് സഹോദര, കാറൊന്നും മാറ്റിയിടാൻ പറഞ്ഞേ. ചിലപ്പോ ഞാൻ സിക്സ് അടിക്കുമ്പോ കാറിന്റെ ചില്ലേ കൊണ്ട് പൊട്ടിക്കഴിഞ്ഞാലേ പ്രശ്നം അതാണ്. ഞാൻ സിക്സ് അടിക്കുമ്പോ കാറിന്റെ ചില്ലേ കൊണ്ട് പൊട്ടും. പ്രശ്നം അതാണ്. കാറ് മാറ്റിട്ട് അവിടെ തന്നെ ഇട്ടോ, സേഫ് ആണ് കേട്ടോ. ഇങ്ങനെ അടിച്ച് ഒരിക്കലും ചില്ല് പൊട്ടൂല. ഇങ്ങനെ ബോൾ തെറിഞ്ഞ പോലും അങ്ങോട്ട് വരൂല. അതാരടത്? ബാബു സാറിന്റെ മോൻ. ബാബു സാറിന്റെ മോനല്ലേടത്? ഓ, ഉണ്ണിക്കുട്ടൻ. ഉണ്ണിക്കുട്ടൻ ബാംഗ്ലൂർ ക്രിക്കറ്റ് കളിക്കാൻ പോയില്ലടോ. ക്രിക്കറ്റ് കളിക്കാൻ പോയല്ല, ഇപ്പൊ എന്ത് കോച്ചാണ്. എന്തൊരു അണ്ടർ 19 അങ്ങനെ. ഓ, അവിടെ ഏതാ സ്കൂളിലാണ്? മനസ്സിലായത്? കോച്ചാണ്. അണ്ടർ 19. ഞാനിവിടുത്തെ മെയിൻ കളിക്കാരനാണ്. ചില ജാടയൊക്കെ ഉണ്ട്. അണ്ടർ 19. ഞാനിത് അണ്ടർ 19. ഞാൻ 100. എന്തോന്ന്?
100 ഞാൻ നിങ്ങളെ നിക്കറിന്റെ സൈസ് അല്ല പറയേണ്ടത് അണ്ടർ 90 അണ്ടർ 19 ക്രിക്കറ്റിന്റെ ഇതാണ് പിന്നെ 95 96 ഉപയോഗിക്കും ലൂസ് ആണെന്നുള്ളതുണ്ട്. അയ്യോ എന്നിട്ടും മനസ്സിലാവണല്ലോ ഇത് ഇങ്ങോട്ട് വാ. അണ്ടർ 90 എന്ന് പറഞ്ഞ ക്രിക്കറ്റാണ്. എനിക്കറിയാം അത്. എനിക്കറിയാം നീ എന്താ എന്താ സംസാരിക്കുക അറിയാൻ പാടില്ല പിള്ളേരുടെ ചെയ്യൂന്നാണ് നിന്നെ എനിക്കറിയാലോ. കളിയൊക്കെ നിർത്താത്തത് സമ്മതിക്കണം. ടീമിന്റെ പേരെന്തോന്നു ഇപ്പൊ? നടേശൻ 11. നടേശ് ഇലവനാ? ഈ നടേശനെ ബാറ്റുള്ളൂ അതുകൊണ്ട് അങ്ങേരെ 11 നമ്മുടെ ചരടും കെട്ടിയിരിക്കണ ഓക്കെ, അപ്പൊ സന്തോഷം. ഇല്ലടാ വാടാ കളിക്കണം. ഇവിടെ വന്നെന്ത് ഇവിടെ അല്ല, എന്റെ അമ്മൂമ്മേരെ കൂട്ടുകാരിയിൽ എലീന അമ്മൂമ്മ, അവരെ ഷഷ്ടി പൂർത്തിയപ്പോ ഉണ്ണാൻ വിളിച്ച. നമ്മളോടെ കളിക്കൂ. നമ്മളോടെ നിങ്ങൾ കളി, ഞാൻ കളിക്കണം ഒന്ന് നമ്മളോട് ഒരു കളി കളി. അല്ല നിങ്ങൾ കളിക്കണം. വാടാ ഒന്ന് കളിച്ചിട്ട് വാടാ രസമല്ലേ. വലിയ പുല്ലുള്ള ഗ്രൗണ്ടിലെ കളിക്കുള്ളൂ. നമ്മളോട് കളിക്കൂലേ? വലിയ കോച്ചല്ലേ അവൻ? അല്ല കളിക്കാം. കളിക്ക് മോനെ. കളി. ആ പരിസരത്ത് അതിന്റെ കാറ്റ് കൊണ്ട് നിങ്ങൾ ചാവും മാറിയില്ല അങ്ങോട്ട്. ഇത് എന്റെ ബാറ്റാണ്. തൊട്ട 6 ആണ്. സൊട്ട 6. പക്ഷേ ഈ പുള്ളി തൊട്ട ഔട്ടാണ്. പോടാ. ഓക്കെ, അണ്ണാ അവിടെ 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 ഫീൽഡ് ഞാൻ അവിടെ അവിടെ അവിടെ. എനിക്കറിയാടാ നരാ. ഓക്കെ അണ്ണാ. ഓക്കെ. നേരട്ടാ. കമോൺ കമോൺ. എന്ത് എന്താ കമോണെന്ന് പറഞ്ഞു? അല്ല, അത് ഞാൻ ബോളിൽ നല്ല രീതിയിൽ കണക്ട് ആവുന്ന നമ്മൾ ഇങ്ങനെ പറയില്ലേ, കമോൺ. ആ കമോൺ അങ്ങനെയായിരുന്നു. ഞാൻ വിളിച്ച എന്നെ വിളിച്ച കമോൺ അല്ലേ, വേറെ കമോൺ. നിനക്ക് ഒരു മണ്ടൻ, എനിക്കൊന്നും അറിയാൻ പാടില്ല. എന്താ അതിന്റെ അർത്ഥം? കമോൺ ഒന്നുമില്ല കേട്ടോ, ഒരു അർത്ഥമില്ല. അറിയാം. കൊട്ടി കളിക്കുള്ളൂ. അല്ല, ഇനി അടിക്കാം അടിക്കാം അടിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ഷൻ കിട്ടുമോ നോക്കിയത്. അണ്ണാ അങ്ങോട്ട് 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 അങ്ങോട്ട്. എടാ അപ്പുറത്തെ പണയിലങ്ങനെ പിടിച്ച് നിർത്തണ ഡൽഹിയിലേക്ക് വിടണം നീ. നീങ്ങില്ലെന്ന്. ആരടാ അമ്മൂമ്മയുടെ ചില്ല് പൊട്ടിച്ചത്? അയ്യോ കാര്യങ്ങളുള്ള സൈക്കിൾ എടാ ഇന്ദിര അമ്മൂമ്മ നിന്നെ റെഡിയാക്കും. വക്കീല് മാസമുള്ള അവന്റെ വീട്ടിലോട്ടാണ് നീ അടിച്ചിട്ടേക്കണം. അണ്ണന്റെ ബാറ്റല്ലേ അണ്ണൻ വെച്ചോ. എനിക്ക് ഓൺലൈൻ